നിൻ കനിവാലഹോ ശിവനനങ്ങിടുന്നു ധാതാവുതാൻ നിത്യം സൃഷ്ടി നടത്തിടുന്നു ഹരിയും ലോകാവനം ചെയ്വുതേ നീതാൻ സർവവിധാത്രികാത്തിടുകമാം ലോകത്തിൽ നീ എന്നിയേ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമ്മേ ഭയം ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യേ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നാനാവിധ ദാനങ്ങളും അവയുടെ ഫലങ്ങളുമാണ് ഇവിടെ യമധർമ്മൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഇതൊക്കെ ഇത്രയും ദീർഘമായിട്ട് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണ നവാഹവേദികളിലെ ദേവി ഭാഗവത നവാഹവേദികളിൽ ഇതൊന്നും പ്രഭാഷണത്തിൽ പറയുകയില്ല. ഇതിനെയൊന്നും സ്പർശിച്ചേ പോവില്ല, ഒന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. സാവിത്രി ദേവി ചോദിച്ചനുസരിച്ച് നാനാ ദാനങ്ങളുടെ ഫലാഫലങ്ങളെയെല്ലാം അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു പോകുന്നല്ലാതെ ഇതൊന്നും സപ്താവേദിയിൽ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ സ്വല്പം ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ട് അതിനെ വളരെയധികം ചുരുക്കിക്കൊണ്ട് പറയണു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്നു കൊണ്ടുപോകുകയാണ്. സമ്പൂർണമായിട്ടുള്ള ഭരണാധികാരം ബ്രാഹ്മണന് നൽകി എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ പറഞ്ഞതായിട്ടുള്ള ഫലങ്ങളുടെ 4 ഇരട്ടി ഫലം ദാനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് പറയണത്. ജംബൂദ്വീപം തപസ്വിയായ ബ്രാഹ്മണന് നൽകുന്നുവെങ്കിൽ അവന് 100 ഇരട്ടി ഫലം ലഭിക്കും. ആരാ ജംബൂദ്വീപമൊക്കെ കൊടുക്കാൻ കഴിയുക? ആരെടുത്തുള്ളത്? ഇത്രയും നമ്മളിപ്പോൾ ജംബൂദ്വീപത്തിലായിരിക്കണം. ഇത്രയും വലിയ ജംബൂദ്വീപമൊക്കെ എങ്ങനെയാ ദാനം ചെയ്യാൻ കഴിയുക? എഴുതി വെച്ചിട്ടുണ്ടാ പറയണു. ജംബൂദ്വീപം ദാനം ചെയ്യുന്നവനും സർവ്വതീർത്ഥങ്ങളെയും സേവിക്കുന്നവനും സർവ്വ തപസ്സുകളും അനുഷ്ഠിക്കുന്നവനും സർവർക്കും വാസനസ്ഥാനം നൽകുന്നവനും എല്ലാം ദാനം ചെയ്യുന്നവനും സർവ്വസിദ്ധികളും സ്വാധീനമായിട്ടുള്ളവനും ഒക്കെ ആണെങ്കിലും അവർക്കൊക്കെയും എന്തുണ്ട്? പുനർജന്മമുണ്ട്. എന്നാൽ ദേവീ ഭക്തന് പുനർജന്മമേ ഇല്ല. സർവദാനപ്രദാതുശ്ച സർവസിദ്ധേശ്വരസ്യജ അസ്തൈവ പുനരാവൃത്യർ ന ഭക്തസ്യ മഹേഷിതു. മഹേഷിയെ, ദേവിയെ പൂജിക്കുന്ന ഭക്തന് പുനർജന്മമില്ല. ബാക്കിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ അതിന് കുറേ ദീർഘങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇത്ര കാലം അവിടെ ഇരിക്കാം, ഇത്ര കാലം ഇവിടെ ഇരിക്കാം. പക്ഷെ ആ കാലം കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും വരണം എന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയിലേക്ക്. ഭുവനേശ്വരിയായ ദേവിയുടെ പരമപദമായ മണിദ്വീപത്തിൽ വസിച്ചുകൊണ്ട് ആ ഭക്തര് അസംഖ്യം ബ്രഹ്മാക്കളുടെ നാശം ദർശിക്കും. ദേവീ മന്ത്രോപാസകര് മനുഷ്യ ശരീരം വെടിഞ്ഞ് ദിവ്യവും ജന്മ മൃത്യു ജരാരഹിതവുമായിട്ടുള്ള വിഭൂതികളൊക്കെ നേടി ദേവീസ്വരൂപമായി ദേവീസേവ ചെയ്യും. ധാരാളം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി നശിക്കുന്നത് അവർ മണിദ്വീപത്തിലിരുന്ന് കാണും. ദേവന്മാര് സിദ്ധന്മാര് ഒക്കെ ഭൗതിക ശരീരം വെടിയും. ജന്മമൃത്യു ജരാജാതികളൊക്കെ ദിവ്യങ്ങളുമായ വിഭൂതികളും ഒക്കെ നശിക്കും. കാർത്തിക മാസത്തിൽ ശ്രീഹരിക്ക് തുളസീദളം ദാനം ചെയ്യുന്നവര് 3 യുഗം ഹരിയുടെ മന്ദിരത്തിൽ, ഹരിയുടെ കൂടെ ഹരിയുടെ ഭവനത്തിൽ വസിക്കും. പിന്നെ ഭാരതഭൂമിയിൽ ജനിക്കും. ജിതേന്ദ്രിയന്മാരായി ഉത്തമരായിട്ടുള്ള ഹരിഭക്തനായിട്ട് ഭവിക്കും. സൂര്യ ഉദയസമയത്ത് ഗംഗാമധ്യത്തിലിറങ്ങി സ്നാനം ചെയ്യുന്നവര് ഹരിയുടെ കൂടെ 60,000 വർഷം സുഖിച്ചു വാഴാം. പിന്നെ നല്ല കുലത്തിൽ വന്ന് ജനിച്ച വിഷ്ണുമന്ത്രം നേടും. അതിനുശേഷം ശരീരം ഉപേക്ഷിച്ച് വിഷ്ണുപദം പ്രാപിക്കും. പിന്നെ അവർക്ക് വൈകുണ്ഠത്തു നിന്ന് ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരില്ല. ശ്രീഹരിയുമായി സാരൂപ്യം എന്ന മുക്തി പ്രാപിക്കുന്നു പറയാണ്.
ദിവസവും ഗംഗയിൽ സ്നാനം ചെയ്യുന്നവരെ സൂര്യനെപ്പോലെ പരിശുദ്ധനായി അശ്വമേധഫലം അനുഭവിക്കും. അവരുടെ പാദധൂളി അണിയുന്ന ഭൂമി പോലും പവിത്രമാകും. ചന്ദ്രാദി ആദിത്യന്മാരുള്ളിടത്തോളം കാലം അവർ വൈകുണ്ഠത്തിൽ സുഖമായിട്ട് വസിക്കും. പിന്നീട് ഉത്തമകുലത്തിൽ പിറന്ന ഹരിഭക്തരായിട്ട് ഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. ജീവൻ മുക്തനും ആയിട്ട് ഭവിക്കും. അതിൽ പിന്നെ അതേമാതിരി മീനത്തിലും കർക്കടകത്തിലും മധ്യയുള്ള കാലത്താണ് ആദിത്യൻ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് ഭാരതത്തിൽ സുഗന്ധിതമായിട്ടുള്ള ജലം നൽകുന്നവരെ 14 ഇന്ദ്രന്മാരുടെ കാലത്തോളം കൈലാസത്തെ സുഖമായിട്ട് വസിക്കും. പിന്നെ സത്കുലത്തിൽ ജനിച്ച് മഹാതേജസ്വികളായി വേദാംഗങ്ങളിൽ അറിവുള്ളവരായി തീരും. വൈശാഖമാസത്തിൽ ശർക്കര ചേർത്ത മാവ്, അരിമാവ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നവര് ആ മാവിൽ എത്ര പൊടികളുണ്ടോ അത്രയും കാലം ശിവമന്ദിരത്തിൽ സുഖിച്ചു വാഴും. കൃഷ്ണ ജന്മ അഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നവര് 100 ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൽ നിന്ന് മുക്തരായിത്തീരും. ഒരു കൽപ്പകാലത്തോളം അവർ വൈകുണ്ഠത്തിൽ സുഖമായി വസിക്കും. പിന്നെ ഉത്തമകുലത്തിൽ ജനിച്ച് കൃഷ്ണഭക്തരായിട്ട് ഭവിക്കും. ശിവരാത്രിയുടെ വ്രതം അനുഷ്ഠിക്കുന്നവര് 7 മന്വന്തരം ശിവലോകത്ത് സുഖമായിട്ട് വസിക്കും. ശിവരാത്രി ദിവസത്തിൽ ശിവന് കൂവളത്തിന്റെ ഇല അർപ്പിക്കുന്നവര് എത്ര കൂവളത്തിന്റെ ഇല അർപ്പിച്ചുവോ അത്രയും യുഗം ശിവമന്ദിരത്തിലെ ശിവന്റെ കൂടെ സുഖമായിട്ട് വസിക്കും. പിന്നെ ഉത്തമകുലത്തിൽ ജനിച്ച് ശിവഭക്തനായി ഐശ്വര്യവും മറ്റുമുള്ളവനായി തീരും എന്ന് പറയാണ്. ചൈത്രമാസത്തിലോ അതായത് മാഘമാസത്തിലോ വ്രതനിഷ്ഠയോടെ ശിവനെ അർച്ചിക്കുക. അതേമാതിരി ശിവഗാനങ്ങൾ ചെയ്ത് നൃത്തം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ 1 മാസമോ 2 ആഴ്ചയോ 10 ദിവസമോ 7 ദിവസമോ ഇങ്ങനെ ഭഗവാൻ മഹാദേവനെ ആരാധിച്ചു എന്നുണ്ടെങ്കിൽ എത്ര ദിവസം ആരാധിക്കുന്നുവോ അത്രയും യുഗം, ഒരു ദിവസത്തിനൊരു യുഗം ശിവലോകത്ത് സുഖമായിട്ട് വസിക്കുന്ന പറയാ. ഇനി ശ്രീരാമനവമി ആചരിക്കുന്നവരെ 7 മന്വന്തരം വിഷ്ണു മന്ദിരത്തിലെ സുഖമായിട്ട് വാഴും. പിന്നെ ഭൂമിയിൽ രാമഭക്തരായി ജനിച്ച് ജിതേന്ദ്രിയന്മാരായിട്ട് മുക്തി ഭവിക്കും അവർക്ക് എന്ന് പറയാണ്. അതേമാതിരി മൂലപ്രകൃതിയായിട്ടുള്ള ശാരദയെ, വാണീദേവിയെ, സരസ്വതിയെ പൂജിക്കുന്നവരെ പോത്ത്, വെള്ളാട്, ആട്, വാൾപ്പുലി, തവള എന്നിവയെ ബലി നൽകി നൈവേദ്യം, ഉപഹാരം, ധൂപദീപാദികൾ എന്നിവയോടും നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയ നാനാ ആഘോഷങ്ങളോടും കൂടി പൂജിക്കുന്നവര് 7 മന്വന്തരം ശിവലോകത്ത് വസിക്കുന്ന പറയണത്. പിന്നെ സൽക്കുലത്തിൽ പിറന്ന നിർമ്മലയായ ബുദ്ധിയോടുകൂടിയിട്ട്, ഐശ്വര്യത്തോടുകൂടിയിട്ട്, പ്രഭാവത്തോടുകൂടിയിട്ട് രാജരാജേശ്വരനായിട്ട് ഭവിക്കുമെന്നതിൽ സംശയമില്ല എന്ന് പറയാണ്. ഇതിൽ മറ്റേ ബലിയൊന്നും നോക്കണ്ട, അതൊന്നും ഇന്ന് നടപ്പില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്. ബാക്കിയുള്ള നൈവേദ്യം, ഉപഹാരം, ധൂപദീപാദികളൊക്കെ ചെയ്ത് ദേവിയെ പൂജിച്ചാൽ തന്നെ മതി നമുക്ക് പുണ്യഫലം കിട്ടാനായിട്ട്. അഹിംസ പരമോ ധർമ്മ എന്ന് തന്നെയാണ് വേദം പറയണത്. പിന്നീട് ഇതാ പറയുന്നത് അടുത്തതായിട്ട് ശുക്ല അഷ്ടമിയിൽ മഹാലക്ഷ്മിയെ അർച്ചിക്കുന്നവര് ഭക്തിയോടുകൂടി ഒരു പക്ഷക്കാലം, ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം ഈ പുണ്യക്ഷേത്രമായ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഷോഡശോപചാരങ്ങൾ നൽകി പൂജിക്കുന്നവര് ഒരു കൽപ്പകാലത്തോളം ഗോലോകത്തിൽ വസിക്കും. പിന്നീട് നല്ല കുലത്തിൽ ജനിച്ച രാജരാജേശ്വരന്മാരായിട്ട് അല്ലെങ്കിൽ രാജരാജേശ്വരിമാരായിട്ട് ഭവിക്കുമെന്നാണ് പറയണത്. എന്തായാലും ദാനങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് പോകണു, ഇനിയും നീണ്ടുകൊണ്ട് പോകണു.
നാളെയും കൂടി അവലോകനം ചെയ്യാം. ഇവിടെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.